ശ്രീലകത്തെ പൊന്നഴിയഴികൾക്കുള്ളിൽ നെയ്വിളക്കുകളുടെ സ്വർണപ്രഭയിൽ ചാലിച്ചെടുത്ത ഒരു ദിവ്യചിത്രം പോലെ ആ രൂപം തെളിഞ്ഞുനിന്നു. വായുവിൽ അലിഞ്ഞുചേർന്ന തുളസിപ്പൂക്കളുടെയും അഗർബതിയുടെയും ഗന്ധം ഭക്തമനസ്സുകളെ ഏതോ പുണ്യതീരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ മാലാഖച്ചിരിയോടെ മുട്ടുകുത്തിയിരിക്കുന്ന ഭാവത്തിൽ ഉണ്ണിക്കണ്ണൻ ഭക്തഹൃദയങ്ങളെ ആനന്ദഭരിതനാക്കി വിരാജിക്കുന്നു. അവന്റെ വലങ്കൈയിൽ ഒരു കുഞ്ഞു വെണ്ണയിരുളയുണ്ട്. പ്രപഞ്ചത്തിന്റെ മുഴുവൻ സാരവും ആ വെണ്ണയിരുളയിൽ ഒളിപ്പിച്ചുവെച്ചതുപോലെ. ഇടതുകൈയിൽ ചേർത്തുവെച്ച പൊന്നോടക്കുഴലാകട്ടെ കേൾക്കാനിരിക്കുന്ന ഏതൊക്കെയോ മനോഹര രാഗങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ആ മുഖത്തെ നിഷ്കളങ്കമായ പുഞ്ചിരി കാരുണ്യത്തിന്റെ പെരുമഴയായി ഓരോ ഭക്തന്റെയും ഉള്ളിൽ പെയ്തിറങ്ങി. ആ വിശാലമായ കണ്ണുകളിൽ തങ്ങിനിൽക്കുന്ന തിളക്കം കേവലം ബാലഭാവമല്ല, മറിച്ച് പ്രപഞ്ചം മുഴുവൻ അടക്കിവാഴുന്ന പരമദൈവികതയുടെ ആഴമായിരുന്നു. വെണ്ണ കവർന്നുണ്ണിയായും വൃന്ദാവനത്തിൽ വേണുഗാനം പൊഴിക്കുന്ന ഗോപാലനായും ആ രൂപം ഇന്ന് ശ്രീലകത്ത് അതീവ ചൈതന്യത്തോടെ വിളങ്ങിനിൽക്കുന്നു. അവിടുത്തെ ദിവ്യസാന്നിധ്യം ഓരോ ഹൃദയത്തിലും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും മന്ത്രങ്ങൾ ഉരുവിടുന്നതുപോലെ തോന്നി. ആ പാദപദ്മങ്ങളിൽ സർവവും സമർപ്പിക്കുമ്പോൾ മനസ്സ് ഭക്തിരസത്തിൽ ആറാടി ഒരു ശാന്തസമുദ്രമായി മാറുന്നു. ശ്രീകൃഷ്ണ പാദപദ്മങ്ങളിൽ ശരണം. ഹരേ കൃഷ്ണ.